കുമാരന് 100,000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞാൻ കുറവിലങ്ങാട് നിന്ന് വരുന്നു. ഞാൻ 17 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് വാടക കൊടുക്കുക ഓരോ മാസവും ഞാൻ ഓർക്കും എങ്ങനെ കൊടുക്കും മാതാവേ, എങ്ങനെ കൊടുക്കും എന്നിങ്ങനെ ഓർത്തിരിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ അറിയുന്ന ഒരു വീട്ടിൽ ചേച്ചി പറഞ്ഞു, സൗമ്യ ഇവിടെ വന്ന് താമസിച്ചോ, ഞങ്ങളുടെ മുകളിലത്തെ നിലയിൽ താമസിച്ചോ, വാടകയൊന്നും തരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാനൊന്നും ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം മാതാവ് എനിക്ക് അങ്ങനെ ഒരു വഴി തന്നു. അവിടെ അടുത്ത് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 1 വർഷം 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ കയറി കഴിഞ്ഞതേ അവിടെ ചെന്നപ്പോൾ എന്നോട്, സ്വാമിക്ക് വീടും സ്ഥലമൊന്നും ഇല്ലേ, വാടകയ്ക്ക് എത്ര നാളായെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനിങ്ങനെ 17 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുമെന്ന് പറഞ്ഞു. അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എവിടെയെങ്കിലും 3 സെൻറ്റ് സ്ഥലം സ്വാമി നോക്കിക്കോ, ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് സ്വപ്നത്തിൽ പോലും ഓർക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. കാരണം 3 സെൻറ്റ് സ്ഥലം ഒരു ഷെഡ് കെട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കില്ലല്ലോ മാതാവേ എന്ന് ഓർത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞ സമയം അറിയാതെ എല്ലാ കാര്യങ്ങളും നടക്കും. ഭർത്താവിന് ലോട്ടറി കച്ചവടമാണ്, അതിൽ നിന്നും വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീട്ടു ജോലി ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ നോക്കി, പിള്ളേരെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോകും. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സമ്പാദിക്കാൻ 1 രൂപ പോലും എനിക്കില്ല. അങ്ങനെയുള്ള ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് വെറുതെയാണല്ലോ മാതാവേ എന്ന് വരെ ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ എന്നോട് പറഞ്ഞു, സമയം ഇവിടെ നോക്ക്, നമുക്ക് നോക്കാം, ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തരാം ഞങ്ങളെന്ന് പറഞ്ഞപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ 2ാമത്തെ ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് 2-3 സ്ഥലത്ത് സ്ഥലം നോക്കിയപ്പോൾ തുക ഒത്തിരി കൂടുതലായിരുന്നു. അത് കഴിയുമ്പോൾ ഞാനിങ്ങനെ വന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ധ്യയ്ക്ക് മാതാവിൻ്റെ നീലമെഴുതിയ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് എവിടെയെങ്കിലും സ്ഥലം തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് 3 സെൻറ്റ് സ്ഥലത്തിന് എനിക്ക് 4.5 സെൻറ്റ് സ്ഥലവും 2.5 സെൻറ്റ് വഴിക്കുമായിട്ട് 7 സെൻറ്റ് സ്ഥലം എനിക്ക് വാങ്ങിച്ചു തന്നവർ. അപ്പോൾ ഞാൻ ഓർത്ത് എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടാനെങ്കിലും സഹായിക്കണേന്ന് ഓർത്തപ്പം അവരുടെയൊക്കെ സഹായത്തോടെ, ഒരു ക്ലബ്ബുകാരുടെ സഹായത്തോടു കൂടി എനിക്ക് പെര പണിയാൻ വേണ്ടി അവർ തറക്കല്ലിട്ട് തന്നു. വാർത്ത് കഴിഞ്ഞപ്പം അവർ അടുത്ത തുക 3 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപയും കൂടെ ഫണ്ട് തരണമായിരുന്നു, ക്ലബ്ബുകാർ ഇട്ട് തരണം അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ ആഗസ്റ്റ് 10-ാം തീയതി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അടുത്ത ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പോയി. മാതാവിൻ്റെ ഇവിടെ വന്ന് പറഞ്ഞു, മാതാവേ അവർക്ക് അടുത്ത തുക ഇട്ട് തരാൻ തോന്നണേ. അപ്പോൾ എല്ലാവരും പറയും, സോമയുടെ പെരവണി താമസിച്ചോളൂ, എല്ലാം പുറകോട്ടാണല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറയും, മാതാവ് എനിക്കത് നടത്തി തന്നോളൂ, ഇത്രയും നടത്തി തന്നതല്ലേ, അപ്പോൾ അത് നടന്നോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പണി കഴിഞ്ഞ് വീട്ടുജോലി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നിടത്ത് വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, മാതാവേ അവിടെ വീട് പണിയുന്നിടത്ത് പോവുക, മാതാവിൻ്റെ ഉപ്പും മണലും ഞാൻ എടുത്തുകൊണ്ട് പോയി. ഞാനത് അവിടെ കൊണ്ടുപോയി അടിച്ചു വാരി എല്ലാം ചെയ്ത് കുരിശും വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു മാതാവേ എനിക്ക്. അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് തേപ്പ് പണി തുടങ്ങി. ഒത്തിരി താമസിക്കാതെ വീടിന് താക്കോൽ അവർ തരുമെന്ന് പറഞ്ഞതിനോട് അത്രയും സന്തോഷം. എൻ്റെ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പത്രങ്ങളെല്ലാം ഞാൻ ഓരോ വീടുകൾ കയറിയൊക്കെ കൊടുക്കാൻ തരാം അവർക്ക്. ചിലപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ എന്നോട് ക്രിസ്ത്യാനികൾ ഇവിടെ മുത്തിയമ്മയുണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഞാൻ പറയാം, എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പോയി ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ അവിടെ പോകുന്നത്, എൻ്റെ മാതാവ് എനിക്കെല്ലാം നടത്തി തരുമെന്ന് പറഞ്ഞു. സ്വാമിക്ക് അത്രയും വിശ്വാസമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കില്ല, കാരണം ഞാൻ മാതാവിന് വിശ്വസിച്ച് മാതാവ് എനിക്ക് ഇത്രയും തന്നില്ലേ, വേറെ എന്ത് സാക്ഷ്യം നിങ്ങൾക്ക് കാണണ്ടേന്ന് ഞാൻ ചോദിക്കും. അവരെല്ലാം എന്നോട് വലിയ അനുഗ്രഹമാണല്ലോ സ്വാമിയെന്ന് എന്നോട് പറയും. ഞാനതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ സഹായിക്കും. ഞാൻ മാതാവിന് 1,000 നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ കൊച്ചിന് SLC പരീക്ഷയ്ക്ക് ഒരു 80% മാർക്കെങ്കിലും കിട്ടണേ മാതാവിനെന്ന് ഞാൻ ഓർത്തു. കാരണം പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് കൊച്ചിന് അത്രയും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ മാതാവ് എനിക്ക് SLC പരീക്ഷയ്ക്ക് 80% കൂടുതൽ മാർക്ക് എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് 100,000 നന്ദി അറിയിക്കും. ഞാൻ ചൊവ്വാഴ്ച ദിവസം ഉപവാസം എടുക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിലും ഉണ്ണാതെ ഇരുന്നിട്ട് ഞാൻ മാതാവിന് ഈ നോവാൻ 1/2 മണിക്കൂറുള്ളത് ഞാൻ ഈശോയുടെ പ്രീതി കേൾക്കും. അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ കേൾക്കും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് സമയം കിട്ടുന്ന പോലെ ഞാനത് പ്രാർത്ഥിക്കും, കാണുകയും ചെയ്യും. പ്രേക്ഷിത വേലകൾ ചെയ്യുന്നുണ്ട്, എന്നെ സഹായിക്കും. പറ്റുന്ന പോലെ ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. ലൂക്ക 1:50 അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. മോളി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ, സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. സഹോദരി പറയുന്നുണ്ട്, 17 വർഷത്തോളമായി വാടക വീടുകൾ മാറി ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. അമ്മയുടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഒരു ഭവനത്തിന് വേണ്ടിയുള്ള നിയോഗം ഏറ്റവും പ്രാധാന്യത്തോടെ കുടുംബം വയ്ക്കുന്നു. വീട്ടുപണി ചെയ്ത് കഷ്ടിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സഹോദരി ആ നിയോഗം സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വഴികളും തുറന്നിട്ടില്ല, ഒരു കാര്യവും മനസ്സിൽ ഉദ്ദേശമില്ല.
എങ്കിലും അസാധ്യമായത് നേടിത്തരുന്ന പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഭാരപ്പെട്ടതൊക്കെ ഏറ്റെടുത്ത് ലഘൂകരിച്ച് ജീവിതത്തെ ശുഭകരമാക്കുന്ന സുരക്ഷിതമാക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്കാണ് തൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിയോഗം. തനിക്ക് അസാധ്യമായൊരു വിഷയം, തനിക്കൊരു ഭവനം, ഇത്തിരി ഭൂമി, അതിനുവേണ്ടിയുള്ള ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ആ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കലിന് മുമ്പ് തന്നെ ഒരു കുടുംബം ഈ സഹോദരിയോടും കുടുംബത്തോടും അവരുടെ ഒരു വീട്ടിൽ വന്ന് താമസിച്ചു കൊള്ളുവാൻ, വാടകയില്ലാതെ ഫ്രീ ആയി താമസിക്കുവാനുള്ള അവസരം ആദ്യം ഒരുക്കി കൊടുത്തു. അത് അമ്മ മാതാവ് ഇടപെട്ടതായി മകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സാമ്പത്തിക ഭാരത്തിൽ നിന്നും കുടുംബത്തിനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്ന രീതിയിൽ അമ്മ മാതാവ് സഹായിക്കുന്നു. പിന്നീട് ഉടമ്പടി പുതുക്കി അമ്മയിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും എല്ലാവരോടും ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു കൂട്ടർ ഭൂമി വാങ്ങുവാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. 7 സെൻറ്റ് ഭൂമി വാങ്ങിക്കൊടുത്തതിനെ പറ്റി സഹോദരി സൂചിപ്പിച്ചു. പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനെ പറ്റി സൂചിപ്പിച്ചു. ഇന്ന് സുരക്ഷിതമായൊരു ഭവനം ഈ കുടുംബത്തിന് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അമ്മയുടെ തിരുനടയിൽ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അതിൻ്റെ വഴിയെന്ത്, അതെങ്ങനെയായിരിക്കും പരിഹരിക്കുക, എൻ്റെ കയ്യിലോ എൻ്റെ സാധ്യതയിലോ ഇതൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരപ്പെടുന്നവരാകും. ദൈവത്തിന് ഇടപെടുവാനുള്ള തീരുമാനം കൊടുക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക. ദൈവം നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരും. അവിടത്തേക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജീവിതം ഏത് ദുരിതത്തിലാണോ, എത്ര വലിയ സങ്കടത്തിലാണോ, ആർക്കും പരിഹരിക്കുവാനാവാത്ത പ്രശ്നത്തിലാണോ, ആ പ്രശ്നങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തിരുക്കുമാരനൊപ്പം ഏത് തീവ്ര സഹനത്തിനും ചേർന്ന് നിന്നുകൊണ്ട് രക്ഷലോകത്തിന് നേടിത്തന്ന അമ്മയുടെ വലിയ സംരക്ഷണവും മാധ്യസ്ഥവും ഈ അൾത്താരയിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് മക്കളെ അനുദിനം സംരക്ഷിക്കുകയും ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം പകരുകയും ചെയ്യുന്ന അമ്മയുടെ അതേ സാന്നിധ്യം എൻ്റെ ഉടമ്പടിയിന്മേൽ, എൻ്റെ നിയോഗത്തിന്മേൽ അമ്മ നൽകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ വിശ്വസ്തത, നമ്മുടെ എളിമ, നമ്മുടെ ദൈവശരണം അതുമാത്രമാണ് പരിഗണിക്കുക. എത്ര കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും ക്രമപ്പെടുത്തുന്നു. നമുക്കത് അനുഗ്രഹത്തിന് കാരണമാവും. അമ്മ നമുക്ക് വേണ്ടി നിന്ന് ദൈവ തിരുസന്നിധിയിൽ നിന്നും വേണ്ട കൃപകൾ, വേണ്ട അനുഗ്രഹങ്ങൾ നേടിത്തരുവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക് അസാധ്യമെന്ന് കരുതിയവ സാധ്യമാക്കി കൊടുത്ത അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.